തിരുവനന്തപുരം ജില്ലയിലെ വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രം 800-ലധികം വർഷത്തെ പഴക്കമുള്ള ഒരു പുണ്യകേന്ദ്രമാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ എന്ന് ഭക്തർ വിശേഷിപ്പിക്കുന്ന ദേശദേവതയായ ഭഗവതി ഇവിടെ കുടികൊള്ളുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വെൺപാലവട്ടത്ത് തലയുയർത്തി നിൽക്കുന്ന 2 ക്ഷേത്രങ്ങളാണ് വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രവും വെൺപാലവട്ടം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രവും. അണയാനാളും ദീപം അടിയന്റെ ഹൃദയം പോലെ. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ വടക്ക് പേട്ട വെൺപാലവട്ടം റോഡിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ മഹാക്ഷേത്രങ്ങൾ ഭക്തരെ ആകർഷിക്കുന്ന തിരുവനന്തപുരത്തെ പ്രമുഖ ക്ഷേത്രങ്ങളാണ്. തിരുവിതാംകൂർ രാജവംശകാലത്ത് കരംപിരിവിന്റെ ആവശ്യത്തിനായി ആക്കുളം തടാകത്തിന്റെ തെക്കേ കരയിലുള്ള ചാവടിയിലേക്ക് പോകുവാൻ ഈ പ്രദേശത്തിന്റെ മധ്യത്തിലൂടെ ഒരു നടപ്പാതയുണ്ടായിരുന്നു. ഈ നടപ്പാത പേട്ടയിലെ ഗേറ്റ് ഫോർട്ട് റോഡായി മാറിയപ്പോൾ ഇവിടുത്തെ ശ്രീ ദുർഗാദേവി ക്ഷേത്രവും ശ്രീ ഭഗവതി ക്ഷേത്രവും റോഡിന്റെ ഇരുവശത്തുമായി വേർപിരിഞ്ഞു. ഒരേ ക്ഷേത്ര സമുച്ചയത്തിൽ ഉൾപ്പെട്ടിരുന്ന 2 ക്ഷേത്രങ്ങൾ ഇപ്പോൾ റോഡിന്റെ ഇരുവശത്തുമുള്ള 2 ക്ഷേത്രങ്ങളായി കാണപ്പെടുന്നതിന്റെ കാരണം ഈ വിഭജനമാണ്. ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള വെൺപാലവട്ടം ക്ഷേത്ര സമുച്ചയത്തിലെ പ്രധാന ദേവതകൾ ശ്രീ ഭദ്രകാളി, ചാമുണ്ഡി, ദുർഗ, യോഗീശ്വരൻ, ഗുരു, നാഗർ എന്നിവരാണ്. ഭക്തരെ ആകർഷിക്കുന്ന പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നായ ഈ ദുർഗാ ഭഗവതി ക്ഷേത്രം 2007 താന്ത്രിക നിയമങ്ങളനുസരിച്ച് ഒരു മഹാക്ഷേത്രത്തിന്റെ ശൈലിയിൽ ക്ഷേത്രത്തിന്റെ ചെയർമാനും കുടുംബാംഗവുമായ ഡോക്ടർ ബിജു രമേശ് പുതുക്കി പണിതു. 8 വീട്ടിൽ പിള്ളമാരുടെ കളരി ഗുരുക്കളായിരുന്നത് ഈ ക്ഷേത്രത്തിലെ ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു. പ്രധാനമായും ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് പ്രാചീനമായി നിന്നിരുന്നത് കളരിയും വൈദ്യവും ആയിട്ടായിരുന്നു ബന്ധപ്പെട്ട് നിന്നിരുന്നത്. ഇത് ഇവിടെ നിന്നാണ് ഈ കുടികൾ കൊണ്ടുവരുന്ന ചൈതന്യങ്ങളാണ്. 2 ചൈതന്യമാണ് കരിക്കകത്തെ കളരി തുടങ്ങിയപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയ അവിടെ ഇന്നിപ്പോൾ കുടികൊള്ളുന്ന കരിക്കകത്തെ ചാമുണ്ഡി ദേവിയും തുഴുവങ്കോട് സ്ഥിതി ചെയ്യുന്ന ചാമുണ്ഡി ദേവിയും രണ്ടും ഇവിടുത്തെ കളരിയിൽ നിന്നും ആ കളരിയുമായി ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങളിലേക്ക് പോയതാണ്. 8 വീട്ടിൽ പിള്ളേരെ കഴക്കൂട്ടം പിള്ളേരെ കളരിയിലേക്ക് പോയതാണ്. അവിടെ നിന്നാണ് ഈ ചാമുണ്ഡി ദേവി അമ്മ തുഴുവങ്കോട്ടിലേക്ക് മാറുകയും അവിടെ വരികയും ചെയ്തത്. വളരെ പ്രാധാന്യമായിട്ട് ഉള്ളൊരു ക്ഷേത്രങ്ങളിലൊന്നാണ് തുഴുവൻകോട് ചാമുണ്ഡി ദേവി ക്ഷേത്രവും. ഇതിൻ്റെ മൂലസ്ഥാനം വെൺപാലവട്ടത്താണ് കുടികൊള്ളുന്നത്. ഇവിടെ 3 ക്ഷേത്ര ആലയങ്ങളായിട്ടാണ് വെൺപാലവട്ടത്തിൽ കുടികൊള്ളുന്നത്. ഒന്ന് യോഗീശ്വരൻ്റെ ഗുരുവും ചാമുണ്ഡിയും അടങ്ങുന്ന ഒരു വളരെ പ്രാചീനമായ ഒരു ക്ഷേത്രം ഇവിടെ കുടികൊള്ളുന്നുണ്ട്. ഐതിഹ്യങ്ങളുടെ പാത പിന്തുടർന്ന് രാജകീയ കാലഘട്ടത്തിലെ കൊട്ടാരവുമായുള്ള പരമ്പരാഗത സൗഹൃദങ്ങളുമായി ഇഴചേർന്ന കഥകൾ ഈ മഹാക്ഷേത്രത്തിലുണ്ട്. സർപ്പക്കാവും വളരെ വിശാലമായ സർപ്പക്കാവ്, സിറ്റിക്കകത്തൊക്കെ സർപ്പക്കാവ് എന്ന് പറയുന്നത് അവിടെ ഒരിടവും ഇല്ലയെന്ന് തന്നെ പറയാം. വളരെ വിശാലമായി വളരെ കുടികൊള്ളുന്ന സർപ്പങ്ങൾ ജീവനോടെ നമുക്ക് കാണുകയും അവിടെ വന്ന് പാല് കുടിക്കുകയും ചെയ്യുന്ന, എല്ലാ ദിവസവും പാല് വയ്ക്കുന്ന, പാല് കൃത്യമായി കഴിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഒരുപാട് പേർക്ക് സന്താന സൗഭാഗ്യം നൽകിയിട്ടുള്ള ഒരു സർപ്പക്കാവാണ്. എൻ്റെ മകൾക്ക് പോലും സന്താന സൗഭാഗ്യം അവിടെ നിന്ന് അമ്മയാണ് നൽകിയത്.
മണ്ണാറശാല കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലുതും പുരാതനവുമായ സർപ്പഗുഹയാണ് പുരാതന വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലുള്ളത്. ആയില്യപൂജയും 100 പാൽ നിവേദ്യവും തുലാമാസത്തിലെ ആയില്യപൂജയുമായി ബന്ധപ്പെട്ട സർപ്പബലി എന്നിവ ആചാരപ്രകാരമാണ് നടത്തുന്നത്. പാമ്പുകൾ പ്രത്യക്ഷപ്പെട്ട് പാൽ കുടിക്കുന്ന അപൂർവ ദൃശ്യങ്ങൾ കാവിൽ നിത്യകാഴ്ചയാണ്. ക്ഷേത്ര ദർശനത്തിൽ വരുമ്പോൾ ആദ്യം പോയി എല്ലാവരും തൊഴേണ്ടതും താഴെ കുടികൊള്ളുന്ന കീഴ്ക്കാവിൽ കുടികൊള്ളുന്ന യോഗീശ്വരൻ ഗുരു ചാമുണ്ഡി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. അത് ഏകദേശം 1000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രം. കാണുമ്പോൾ തന്നെ അറിയാം പഴക്കമുള്ളതാണ്. ഓലമേഞ്ഞതാണ് പണ്ട് മുതലേ. ആ ഓലമേഞ്ഞ രീതിയിൽ തന്നെ ഇന്നും നിലനിർത്തും. പക്ഷേ അത് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നും മനസ്സിലാവുന്നില്ല. അത് 2 നില കെട്ടിടമാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു നിലയായിട്ടേ കാണാൻ കഴിയുള്ളൂ. ഭൂമിയുടെ അടിയിലേക്ക് വലിയൊരു മുറിയും അതിനകത്ത് വർഷത്തിലൊരു ദിവസമാണ് തന്ത്രി വന്ന് അതിനകത്ത് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത്. അത് ഒരിക്കലും നമുക്ക് തന്നെ അതിൻ്റെ അടിയിലുള്ള നിലവറയുള്ള കാര്യം ഒരു നിലവറ രഹസ്യം പോലെ ഇരിക്കുകയായിരുന്നു. അതെല്ലാ വർഷവും പ്രശ്നത്തിന് ശേഷം എല്ലാ ഉത്സവങ്ങൾക്കും എല്ലാവരും വ്രതമെടുത്തതിന് ശേഷം മാത്രം അതിനകത്ത് ഇറങ്ങാറുള്ളൂ. ഇറങ്ങി അതിനകത്ത് വരുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാം നാഗങ്ങൾ വരെ ആ പൂജ നടക്കുന്ന സമയത്ത് അവിടെ നാഗത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നേരിൽ കാണാൻ കഴിയും. വെൺപാലവട്ടത്തിന് ആദിശക്തിയുടെ അപാരമായ ശക്തിയും ശ്രീ ഭഗവതിയുടെയും ശ്രീ ഭദ്രകാളിയുടെയും ശാന്തമായ സാന്നിധ്യവുമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, കുളത്തൂർ കോലത്തുകരയിലെ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ ഈ ആൽമരച്ചുവട്ടിൽ വിശ്രമിച്ചിരുന്നു. വെൺപാലവട്ടത്തിൽ കുടികൊള്ളുന്ന അമ്മ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ എന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. സത്യത്തിൽ വാസ്തവമാണ്. നമ്മളൊന്ന് മനസ്സുരുകി വിളിച്ചാൽ അമ്മ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കാര്യങ്ങൾ നേടിത്തരുന്നതാണ് എല്ലാവർക്കുമുള്ള അനുഭവം. അപ്പോൾ അമ്മയുടെ നാമത്തിൽ ഞാൻ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എല്ലാവരെയും ഒരമ്മ മക്കളായി കണ്ട് സഹോദര ബുദ്ധിയോടെ സ്നേഹിക്കണം. സത്കർമ്മങ്ങൾ ചെയ്യണം. കഷ്ടപ്പെടുന്നവരെ സേവിക്കണം. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അവിടുത്തെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുക. അമ്മയുടെ ഈ വാക്കുകളിലൂടെ പരമമായ ആനന്ദമറിയുവാൻ നമുക്കാകട്ടെ.